പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വർഗീയ പരാമർശവുമായി കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. മറ്റു മുന്നണികളെ അധികാരത്തിലെത്തിയാൽ പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ പേരിൽ മതം മാറ്റി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യിപ്പിക്കുമെന്നായിരുന്നു വിവാദ പരാമർശം. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃഷ്ണദാസിൽ നിന്ന് വിശദീകരണം തേടി. ഇവിടെ ഹിന്ദു വീടുകളിലുള്ള ക്രൈസ്തവ വീടുകളിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലവ് ജിഹാദിന്റെ പേരിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യിപ്പിക്കുക, ഇതായിരിക്കും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നലെയായിരുന്നു വർഗീയ വിഷം തുപ്പുന്ന പ്രസംഗം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത കാട്ടാക്കട മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗമായിരുന്നു വേദി. LDFO UDFO അധികാരത്തിലെത്തിയാൽ ഹിന്ദു ക്രൈസ്തവ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ പേരിൽ മതം മാറ്റി രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് റിക്രൂട്ട് ചെയ്യുമെന്ന പ്രസംഗം റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടു. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടുകയും നിയമോപദേശം തേടുകയും ചെയ്തു. എന്നാൽ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് PK കൃഷ്ണദാസ് പിന്നീടും ആവർത്തിച്ചു. ഞാൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതിൽ പിന്മാറേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് ഞാൻ മറുപടി നൽകും. വർഗീയ പരാമർശത്തെ LDF സ്ഥാനാർത്ഥി IB സതീഷും UDF സ്ഥാനാർത്ഥി MR ബൈജുവും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. മനുഷ്യരെ തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവരെ ജനങ്ങൾ മാറ്റി നിർത്തുമെന്നുള്ള കാര്യം തർക്കമില്ല. തോൽവി ജനങ്ങൾ തിരിച്ചറിയും എന്ന അവസ്ഥ വരുമ്പോൾ എല്ലായിടത്തും BJP സ്വീകരിക്കുന്ന സമീപനം ഇത് തന്നെയാണ്. സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. അവസാന നിമിഷം ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടിയാണ് മതസ്പർദ്ധ വളർത്തുന്ന പ്രസംഗം PK കൃഷ്ണദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് LDF UDF വിലയിരുത്തൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.